അദാനിക്ക് പിറകിൽ നടക്കുന്നത് വൻ ഗൂഢാലോചനയോ എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. അദാനിയെ കൊടുക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നതിന് കാരണം മോദിയെ താഴെ ഇറക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. എന്നാൽ കോൺഗ്രസിനെ മണ്ടന്മാരാക്കി കളിക്കാനാണ് ഡീപ് സ്റ്റേറ്റിന്റെ പദ്ധതി. അദാനിയെ വീഴ്ത്തുക, യോഗിയെയും മോദിയെയും വീഴ്ത്തുക, അതിലൂടെ ഭരണം അട്ടിമറിച്ച് ഡീപ് സ്റ്റേറ്റിന്റെ പ്രതിനിധിയായ രാഹുൽ ഗാന്ധിയെ അധികാരത്തിൽ കയറ്റുക, ഈ പദ്ധതിയാണ് ഡീപ് സ്റ്റേറ്റ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. മൂന്നാം ലോകരാജ്യങ്ങളിലെ സർക്കാരുകളെ അട്ടിമറിച്ച് അവിടെ പാവ സർക്കാരുകളെ വാഴ്ത്തി ലാഭം ചെയ്യുക എന്ന ലക്ഷ്യവും ഇവർക്കുണ്ടെന്ന് പറയപ്പെടുന്നു. ഡീപ് സ്റ്റേറ്റിൽ യുഎസിലെ മുൻ പ്രസിഡന്റുമാർ, അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കോർപ്പറേറ്റുകൾ, അവർ ഊട്ടി വളർത്തുന്ന എൻജിഒകൾ, അവർ പണം നൽകി വളർത്തുന്ന പത്രപ്രവർത്തകർ എന്നിവരെല്ലാം ഉണ്ട്. ഇത് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് എന്താണ് അദാനിക്കെതിരായ ആരോപണം എന്നതാണ്. 2020-22 കാലഘട്ടത്തിൽ അദാനി 2000 കോടി രൂപ കൈക്കൂലി നടത്തിയെന്നായിരുന്നു ആരോപണം. കേന്ദ്ര സർക്കാരിൽ നിന്നും ഊർജം വാങ്ങുന്നതിനായി സംസ്ഥാന സർക്കാരുകളുമായി കരാർ ഉണ്ടാക്കാനായി അതാത് സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് അദാനി 2000 കോടി രൂപയോളം കൈക്കൂലി നൽകിയെന്നാണ് ആരോപണം. ഈ കമ്പനികൾ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സെഗിയിൽ നിന്നും ഊർജം വാങ്ങുന്ന പദ്ധതിക്ക് കരാറിൽ ഒപ്പുവെക്കാനായിരുന്നു കൈക്കൂലി നൽകിയത് എന്ന ആരോപണമുണ്ട്. പകരം സെഗി ഈ ആവശ്യത്തിന് വേണ്ട ഊർജം അദാനിയുടെ പവർ കമ്പനിയിൽ നിന്നും വാങ്ങുമെന്നതായിരുന്നു മറ്റൊരു വ്യവസ്ഥ. ഈ കരാറുകളിൽ ഏർപ്പെട്ടതോടെ അദാനിയുടെ ഊർജോൽപാദന കമ്പനികളിൽ സുരക്ഷിതമായ അവസ്ഥയിൽ എത്തിയെന്നും തങ്ങളുടെ ഊർജോൽപാദന കമ്പനികളെ വളർത്താനുള്ള അധിക മൂലധനം ഈ ഓർഡറുകൾ കാണിച്ച US പൗരന്മാരിൽ നിന്നും കണ്ടെത്തി. മാത്രമല്ല, ഫ്രാൻസിലെ ടോട്ടൽ ഏജൻസികളും തങ്ങളുടെ ഊർജോൽപാദന കമ്പനികളുടെ ഓഹരികൾ വൻതുകയ്ക്ക് വിറ്റു എന്ന ആരോപണമുണ്ട്. ഇതെല്ലാം US അറ്റോർണി ജനറലിന്റെ ആരോപണമാണ്. ഈ ആരോപണത്തെക്കുറിച്ച് ആദ്യം അന്വേഷിക്കേണ്ടത് ഇന്ത്യയുടെ ഓഹരി വിപണി നിയന്ത്രിക്കുന്ന സർക്കാർ സ്ഥാപനമായ സെബി ആണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. എന്നാൽ ഇത് വജ്രായുധമാക്കി കേന്ദ്ര സർക്കാരിനെതിരെ തിരികെയാണ് കോൺഗ്രസ് ചെയ്തത്. അദാനി സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയെന്ന് ആരോപിക്കപ്പെടുന്ന ഈ സംസ്ഥാനങ്ങളൊന്നും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളല്ല. YSR പാർട്ടി നേതാവ് ജഗൻ ഭരിച്ചിരുന്ന ആന്ധ്രാപ്രദേശ്, കോൺഗ്രസ് ഭരിച്ചിരുന്ന ഛത്തീസ്ഗഡ്, ബിജു ജനതാദൾ ഭരിച്ചിരുന്ന ഒഡീഷ, DMK ഭരിച്ചിരുന്ന തമിഴ്നാട്, ഗവർണർ ഭരിക്കുന്ന ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിലാണ് 2020-22 കാലത്ത് അദാനി കൈക്കൂലി നൽകിയതെന്ന് പറയപ്പെടുന്നത്. അദാനിയുടെ ഊർജ വിതരണം ചെയ്യുന്നതിനായി കോൺഗ്രസും ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥരും കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്. എന്നാൽ രാഹുൽ ഗാന്ധി പറയുന്നത് മോദി അഴിമതിക്കാരനാണെന്നാണ്. ഒഡീഷ ഭരിച്ചിരുന്ന നവീൻ പട്നായിക്, തമിഴ്നാട് ഭരിക്കുന്ന സ്റ്റാലിൻ, ഛത്തീസ്ഗഡ് ഭരിക്കുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രി ബാഗേൽ തുടങ്ങിയവരെല്ലാം കുറ്റവാളികളല്ല എന്നാണ് രാഹുൽ ഗാന്ധിയുടെ വാദം. ഇതാണ് രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യ മുന്നണിയുടെയും ഇരട്ടത്താപ്പ്. അതിന്റെ ഭാഗമായി രൂക്ഷ വിമർശനമായിരുന്നു രാഹുൽ ഗാന്ധി ഉയർത്തിയത്. അദാനിയെ പ്രധാനമന്ത്രി സംരക്ഷിക്കുകയാണെന്നും ഇന്ത്യയിൽ അദാനിയും മോദിയും ഒന്നാണെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. അദാനിയെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ച അദ്ദേഹം ഇന്ത്യയിൽ അദാനിയെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും വിമർശിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: അദാനിയെ അറസ്റ്റ് ചെയ്യുക, ചോദ്യം ചെയ്യുക, അവസാനം നരേന്ദ്രമോദിയുടെ പേര് പുറത്തുവരും. കാരണം BJPയുടെ മുഴുവൻ ഫണ്ടിങ്ങും അദാനിയുടെ കൈകളിലാണ്. അതുകൊണ്ട് പ്രധാനമന്ത്രി ആഗ്രഹിച്ചാലും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ അദാനി രാജ്യത്തെ ഹൈജാക്ക് ചെയ്തു. ഇന്ത്യ അദാനിയുടെ പിടിയിലാണ്. അദാനി രാജ്യത്തെ കൊള്ളയടിക്കുകയാണ്. അഴിമതി നടത്തിയിട്ടും സ്വതന്ത്രനായി നടക്കുന്നതിൽ തനിക്ക് അത്ഭുതം തോന്നുന്നു. അയാൾക്ക് പിന്നിൽ വലിയ കണ്ണികളാണുള്ളത്. സെബി മേധാവിയും പ്രധാനമന്ത്രിയും അദാനിയെ സംരക്ഷിക്കുകയാണ്. അദാനി ഉൾപ്പെട്ട അഴിമതി കേസിൽ പ്രധാനമന്ത്രിക്കും പങ്കുണ്ട്. വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമോ എന്ന ചോദ്യത്തിന് ഈ വിഷയം ഉന്നയിക്കുക ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്തമെന്നായിരുന്നു രാഹുൽ ഗാന്ധി പ്രതികരിച്ചത്. അദാനി ഇന്ത്യയിൽ സ്വത്തുക്കൾ സമ്പാദിച്ച് അഴിമതിയിലൂടെയാണ്. അയാൾ BJPക്ക് പിന്തുണ നൽകുന്നു. JPC ആണ് തങ്ങളുടെ ആവശ്യം. അദാനിയെ അറസ്റ്റ് ചെയ്യണം. എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അദാനിയെ സംരക്ഷിക്കുന്നതിനാൽ അറസ്റ്റ് ചെയ്യില്ലെന്ന് ഞങ്ങൾക്കറിയാമെന്നും രാഹുൽ ഗാന്ധി അന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. സംരക്ഷിക്കുന്നവർക്കെതിരെയും നടപടി വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. അദാനി US-ലെ നിക്ഷേപകരെ കബളിപ്പിച്ചെന്നും ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയെന്നുമുള്ള US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷന്റെ ആരോപണത്തിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയുടെ രൂക്ഷ വിമർശനം. എന്നാൽ ഡീപ് സ്റ്റേറ്റ് കോൺഗ്രസിനെ ഉപയോഗിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി എന്താണ് ഡീപ് സ്റ്റേറ്റ് എന്ന് നോക്കാം. മറ്റു ചെറു രാജ്യങ്ങളിലെ ഭരണകൂടത്തെ അട്ടിമറിച്ച് പാവ സർക്കാരുകളെ അധികാരത്തിൽ കയറ്റി ലാഭം കൊയ്യുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന വൻ ശൃംഖലയാണ് ഡീപ് സ്റ്റേറ്റ്. ഇതിൽ US-ലെ മുൻ പ്രസിഡന്റുമാർ വരെ അംഗങ്ങളെന്ന് പറയപ്പെടുന്നു. ഈയിടെ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനെ അട്ടിമറിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി കലാപത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് US-ൽ സ്വീകരണമുണ്ടായിരുന്നു.
അന്ന് ആ ചടങ്ങിൽ മുൻ US പ്രസിഡന്റ് ബരാക് ഒബാമ വരെ പങ്കെടുത്തിരുന്നു. അന്ന് ജമാഅത്തെ വിദ്യാർത്ഥി കലാപത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥികൾ കോട്ടും സൂട്ടും അണിഞ്ഞാണ് വേദിയിൽ എത്തിയത് എന്ന് എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു. നിഷ്കളങ്കമെന്ന് തോന്നുന്ന സാമൂഹ്യ കലാപങ്ങൾ പോലും എത്ര ആസൂത്രിതമായാണ് നടപ്പാക്കുന്നത് എന്നതിന് ഉദാഹരണമായിരുന്നു ഈ സംഭവം. ആ വേദിയിൽ ഇപ്പോഴത്തെ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ മേധാവിയായ മുഹമ്മദ് യൂനൂസും ഉണ്ടായിരുന്നു. ഇപ്പോൾ യൂനൂസിനെ കൊണ്ട് അടിക്കടി ഇന്ത്യ അഭയം നൽകിയ ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകുമെന്ന് ആവശ്യം ഉയർത്തുന്നതിന് പിന്നിലും ഇതേ ഡീപ് സ്റ്റേറ്റ് തന്നെയാണ്. ഡീപ് സ്റ്റേറ്റിന് കൃത്യമായി ഒരു മുഖമില്ല. അതിന്റെ അജണ്ടകൾ നിർവഹിക്കാൻ അവർ എല്ലാ രാജ്യങ്ങളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട ജേർണലിസ്റ്റുകളെയും സാമൂഹ്യ പ്രവർത്തകർ എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന NGO സംഘടനകളും അതാതു രാജ്യങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കന്മാരും എല്ലാം ഉൾപ്പെടും. അതുപോലെ തന്നെ ഈ ലക്ഷ്യത്തോടെ ഫണ്ടിറക്കുന്ന വൻ മുതലാളിമാരുമുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് US-ലെ ശതകോടീശ്വരനായ ജോർജ് സോറോസ് എന്നും പറയപ്പെടുന്നുണ്ട്. ഇദ്ദേഹം ജേർണലിസ്റ്റുകളുടെ സംഘടന തൊട്ട് വിവിധതരം NGO സംഘടനകളെ വരെ പണം നൽകി നിലനിർത്തുന്നുണ്ട്. ഡീപ് സ്റ്റേറ്റിന്റെ അജണ്ടകൾ നടപ്പാക്കാനാണിത്. പ്രധാന പാർട്ടികളിൽ ഒന്നായ ഡെമോക്രാറ്റുകളെ നേതാക്കളിൽ പലരും ഡീപ് സ്റ്റേറ്റിലെ അംഗങ്ങളാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഈ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് US ഭരിക്കുന്നത്. എന്നാൽ പെടുന്നനെയാണ് US തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡന്റെ ഡെമോക്രാറ്റുകൾ വീഴുകയും ഡൊണാൾഡ് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടി അധികാരത്തിൽ വരികയും ചെയ്തത്. പ്രധാനമന്ത്രി മോദിയുടെ അടുത്ത സുഹൃത്തായി അറിയപ്പെടുന്ന നേതാവാണ് ഡൊണാൾഡ് ട്രംപ്. ഇസ്ലാമിക തീവ്രവാദത്തെയും അനധികൃത കുടിയേറ്റത്തോടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് എടുക്കുന്നതിനാലും ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും ഇത്രയ്ക്ക് അടുത്തുപോയത് എന്ന് പലപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ളത്. കുറേശ്ശെയായി അദാനിക്കെതിരെ പിടിമുറുക്കി ഒടുവിൽ ഈ അഴിമതി കൈക്കൂലി ആരോപണത്തെ താഴെ വീഴ്ത്താം എന്നതായിരുന്നു ഡീപ് സ്റ്റേറ്റിന്റെ അജണ്ട. പക്ഷെ അതിനു മുമ്പേ ജോ ബൈഡൻ അധികാരത്തിൽ നിന്നും പുറത്തായി. പുതിയ US പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് എത്തിയെങ്കിലും US കോൺഗ്രസ് ട്രംപിന്റെ വിജയം സാധൂകരിക്കുക 2025 ജനുവരി 6 മാത്രമാണ്. അതിനുശേഷം ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുക 2025 ജനുവരി 20 മാത്രമാണ്. ഇതോടെ ആകെ വിറളി പിടിച്ച ഡീപ് സ്റ്റേറ്റ് സംഘം അതിവേഗം അവരുടെ വജ്രായുധം പുറത്തെടുക്കുകയായിരുന്നു. ഇതിന്റെ പരിസമാപ്തി എന്താകുമെന്ന് കണ്ടറിയണം. ഹിൻഡൻബർഗ് റിസർച്ചും OCCRP എന്ന ജോർജ് സോറോസിന്റെ വാലാട്ടികളായ ജേർണലിസ്റ്റ് സംഘവും അദാനിക്കെതിരെ ഉയർത്തിയ വസ്തുതകളില്ലാത്ത ആരോപണങ്ങളുടെ റിപ്പോർട്ടുകളെ അദാനി ഏറെ പ്രയാസപ്പെട്ടെങ്കിലും അതിജീവിച്ചു. ചില കോർപ്പറേറ്റുകൾ അങ്ങനെയാണ്. എത്ര വെട്ടിയാലും മുറി കൂടുന്ന സംവിധാനമാണ് അവരുടേത്. US പ്രോസിക്യൂട്ടർമാരുടെ ആരോപണങ്ങൾ മൂലം അദാനി കമ്പനികളുടെ ഓഹരികൾ വൻതോതിൽ ഇടിഞ്ഞിരുന്നു. അതിൽ 7ഓളം അദാനി കമ്പനികളുടെ ഓഹരി വില വീണ്ടും തിരിച്ചുയർന്നിരുന്നു. അതിനർത്ഥം എത്ര എളുപ്പം അദാനിയെ വീഴ്ത്താൻ കഴിയില്ല എന്നത് തന്നെയാണ്. ഡീപ് സ്റ്റേറ്റുകളുടെ നിർദ്ദേശപ്രകാരം കെനിയയിലെ സർക്കാർ അദാനിക്ക് നൽകിയ ചില ഊർജ്ജ കരാറുകളും റദ്ദാക്കിയിട്ടുണ്ട്. ഇതിലൂടെ ഇന്ത്യയെ തകർക്കുക എന്ന ലക്ഷ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് പ്രതിപക്ഷവും കൂട്ടുനിൽക്കുന്നു എന്ന് വേണം പറയാൻ. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.